ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വെരിഫോക്കൽ ക്യാമറകളെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ നോർമൽ ഇപ്പോൾ CCTV ടെക്നീഷ്യന്മാരൊക്കെ ആണെങ്കിൽ കൂടുതലും ക്യാമറ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈറ്റിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എത്തരത്തിലുള്ള ക്യാമറകളാണെന്ന് നമ്മൾ നോക്കാറില്ല. ജസ്റ്റ് ആ ഒരു ലൊക്കേഷനിൽ ഏതാ കാണുന്നത്, ഏതെങ്കിലും ഒരു 2MP ക്യാമറ വെച്ചിട്ട് HD ക്യാമറ വെച്ചിട്ട് അങ്ങോട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക. എന്നിട്ട് ഫുൾ കളർ വേണമെന്ന് കൂടി അധികമാരും ചോദിക്കുന്നത് തോന്നാറില്ല. അപ്പോൾ അത് കസ്റ്റമർക്കൊന്നും കൂടുതലൊന്നും അറിയില്ല. അവരത് എഗ്രി ചെയ്തും ആ ഒരു കണക്ഷൻ എടുക്കുകയും ആ ഒരു ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അതായത് നമുക്ക് ഓരോ പ്ലേസിലും അല്ലെങ്കിൽ ഓരോ ലെങ്ത്തിലും ഓരോ ഏരിയയിലും സൂട്ടാവുന്ന തരത്തിലുള്ള ക്യാമറകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് നോർമലി ആരും എന്ന് പറയുന്നില്ല, ഉള്ളവരുണ്ടാവും. എന്നാലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കൂടുതൽ ആൾക്കാരും ടെക്നീഷ്യന്മാരും ജസ്റ്റ് ഒരു കൊട്ടേഷൻ കൊടുക്കുക, ആ ഒരു 2MP ക്യാമറകൾ തന്നെ വെക്കുക. മേ ബി കളർ വേണോ, നോർമൽ വേണോ എന്ന് ചോദിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതലൊന്നും സ്പെസിഫിക് ഒന്നും ചെക്ക് ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ക്യാമറ കൊട്ടേഷൻ കൊടുത്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ കൂടുതലും ടെക്നീഷ്യനെ മാത്രം കുറ്റം പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സിനും നമുക്ക് അവർ കൂടുതൽ ആ ഒരു ബഡ്ജറ്റ്, ആ ഒരു ഏതിനാണോ ആ ഒരു പ്രൈസ് കുറവ് അത് വെച്ചോ എന്നുള്ളൊരു നിലവിലായിരിക്കും. അപ്പോൾ ഈ ഒരു കൂടുതൽ ഒരു സ്പെസിഫിക് നോക്കി ആ ഒരു സ്പെക്ക് നോക്കി അതുപോലെയൊക്കെ ക്യാമറ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു കസ്റ്റമർ നോക്കുമ്പോൾ വേറൊരാളുടെ നിന്ന് കൊട്ടേഷൻ എടുക്കുമ്പോൾ ഇതിലും ഒരുപാട് കുറഞ്ഞ ക്യാമറകൾ വെച്ചിട്ടൊരു സ്പെക്കായിരിക്കും, ഒരു കൊട്ടേഷൻ ആയിരിക്കും അത് വെച്ചിട്ട് അത് അപ്രൂവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലും ആ ഒരു സ്പെക്കിലോട്ടും കൂടുതലൊരു ക്യാമറകളുടെ ആ ഒരു വെറൈറ്റി ഓഫ് ക്യാമറകളൊന്നും സെലക്ട് ചെയ്യാതെ നോർമൽ കാണുന്ന ബേസ് ലെവലിലെ ക്യാമറ വെച്ചിട്ട് തന്നെ കൊട്ടേഷൻ ടെക്നീഷ്യൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെക്നീഷ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ നടക്കുന്നൊരു സെനാരിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ ഒരു സൈറ്റിലായാലും വെക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള ഓരോ സ്ഥലത്ത് സൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ വരണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ലെൻസ് വേണം, അതല്ല ഷോർട്ടാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് കണ്ടീഷൻ അനുസരിച്ച്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ആ ഒരു ക്യാമറകൾ പല വിധമാണ്. അതായത് CCTV ക്യാമറകൾ പല വിധമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലോട്ട് ക്യാമറകൾ പ്രിഫർ ചെയ്യാൻ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെരിഫോക്കൽ ക്യാമറകളെ കുറിച്ചാണ്. വെരിഫോക്കൽ ക്യാമറകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലെൻസിൻ്റെ ആ ഒരു ഫോക്കസ് ലെങ്ത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് വെരിഫോക്കൽ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്യാമറകൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം വരുന്നതെന്ന് വെച്ചൊരു വലിയൊരു പ്രമിസസ്, അതായത് ഇപ്പോൾ ലെൻസിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 2.8mm ലെൻസ് തുടങ്ങി ഒരു 12mm ലെൻസ് വരെ നമുക്കതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 2.8mm എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു വൈഡ് ഏരിയ കവർ ചെയ്യാനായിട്ടാണ് നമുക്ക് അത്രയും ആ ഒരു ലെൻസ് വേണ്ടത്. അപ്പോൾ ആ ഒരു വൈഡ് ഏരിയ തുടങ്ങി അത്ര ഒരു വൈഡ് ഏരിയയിലുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി അതല്ല കുറച്ച് ദൂരെ നല്ല ലെങ്ത്തിലുള്ള കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാർ വരെയും കാണണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇതാണെങ്കിൽ നമുക്കൊരു 12mm വരെയും, അതായത് അത്രയും ദൂരെ വരെ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന വിധത്തിലും ഈ ഒരു ക്യാമറയെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിനകത്തൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വെരിഫോക്കൽ ക്യാമറ. അപ്പോൾ നിങ്ങളൊരു ഗേറ്റ്, ഇപ്പോൾ ഒരു പറമ്പുള്ള സ്ഥലമാണ്, അപ്പോൾ ഒരു ഗേറ്റിൻ്റെ അടുത്തോട്ടാണ് വെക്കുന്നത്, വീടിൻ്റെ അവിടെ നിന്ന് ഗേറ്റ് വരെയുള്ള വലിയൊരു ലെങ്ത്ത് കാണണമെങ്കിലൊക്കെ ഈ ഒരു വെരിഫോക്കൽ ക്യാമറ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു ഗോഡൗൺ, ആ ഒരു ഗോഡൗണിൽ ഒരു വലിയൊരു പ്രമിസസ് മൊത്തത്തിൽ കാണണം, ഒരു വൈഡ് ഏരിയ കാണണമെങ്കിലൊക്കെ 2.8mm ക്യാമറ ആയിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, പല സ്ഥലത്തോട്ട് കൊണ്ടുപോയി നമുക്കത് ആ ഒരു പ്ലേസിനനുസരിച്ച് നമുക്കിത് മാനുവലി ടെക്നീഷ്യൻ അതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സൂമിൻ്റെ നമുക്ക് വേണ്ട രീതിയിൽ സൂം അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു എത്ര mm ആണോ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വെരിഫോക്കൽ ക്യാമറയിൽ സാധിക്കുന്നു. അപ്പോൾ ഒരു വളരെ ഉപകാരപ്പെട്ടൊരു ക്യാമറയാണ് വെരിഫോക്കൽ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നോർമലി പറയുകയാണെങ്കിൽ ഏതും വേറെ ക്യാമറകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും, മറ്റേനേക്കാളും കുറച്ച് അധികം കോസ്റ്റ് വെരിഫോക്കൽ ക്യാമറയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഈ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നൈസേഷൻ അതിനൊക്കെ വരുന്നതാണെങ്കിൽ കൂടുതലും നമുക്ക് ഈ ഒരു ക്യാമറ വെരിഫോക്കൽ ക്യാമറ കൂടുതൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇത്തിരി ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വൈഡായിട്ടൊരു ഒബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു വെരിഫോക്കൽ ക്യാമറ വളരെ ഉപകാരപ്പെട്ട ഒന്നാണത്. അപ്പോൾ ഈ ക്യാമറകൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു വെരിഫോക്കൽ ക്യാമറയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ടെക്നീഷ്യൻ. അതുപോലെ തന്നെ കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു പ്ലേസ് നോക്കിയിട്ട് അതുപോലെയുള്ള ഒരു ഏരിയകളിലും ഒക്കെ ഈ ഒരു വെരിഫോക്കൽ ക്യാമറകൾ വളരെ നല്ല പെർഫോമൻസ് നൽകുന്ന ഒന്നാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് അതാണ്, ആ ഒരു ടെക്നീഷ്യൻ അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു ക്യാമറകളിലൊന്നാണ് വെരിഫോക്കൽ ക്യാമറകൾ. ഇതെല്ലാ കമ്പനികളിലും അവരുടേതായിട്ടുള്ള വെരിഫോക്കൽ ക്യാമറകളുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പെക്ക് ഉൾപ്പെടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്. നമ്മളൊരു ബേസ് ലെവലല്ല ഈ ഒരു രീതിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാ കസ്റ്റമറും ഒരുപോലെയല്ല, എല്ലാവരും ഒരു പൈസ നോക്കുന്നവരല്ല. ആക്ച്വലി ഈ സ്പെക്ക് നോക്കി എടുക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നോക്കരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. നല്ല രീതിയിലുള്ള ക്യാമറകൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.